ബലികുടീരങ്ങളെ എന്ന അനശ്വര വിപ്ലവ ഗാനത്തിന് ഇന്ന് 69 വയസ്സ് തികയുകയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 100ാം വാർഷികം പ്രമാണിച്ച് തിരുവനന്തപുരത്ത് നിർമ്മിച്ച പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനത്തിനായി വയലാർ രാമവർമ്മ ചിട്ടപ്പെടുത്തിയ ഈ ഗാനത്തിന് ഈണം പകർന്നത് ജി ദേവരാജനാണ്. രണാങ്കണ ഭൂവിന്റെ ദീപ്ത സ്മരണകൾ ഉണർത്തി ജനഹൃദയങ്ങളിൽ കെടാത്ത കൈത്തിരിനാളങ്ങൾ കൊളുത്തിവരുന്ന അനശ്വര വിപ്ലവ ഗാനത്തിന് ഇന്ന് പിറന്നാൾ. 1957 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മരണയ്ക്കായി പാളയം രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുകയും അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആലപിക്കുന്നതിനായി ഒരു വിപ്ലവ ഗാനം എഴുതാൻ വയലാർ രാമവർമ്മയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ജനകോടികളുടെ ഹൃദയത്തിൽ സമരപുളകങ്ങളുടെ സിന്ദൂരമാലകൾ ചാർത്തിയ ഈ ഗാനം പിറവിയെടുത്തത്. കോട്ടയത്ത് ബെസ്റ്റ് ഹോട്ടലിലിരുന്ന് വയലാർ രചിച്ച ഗാനത്തിന് ജി ദേവരാജൻ ഈണം പകർന്നു. 1957 ഓഗസ്റ്റ് 14 രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മണ്ഡപം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം തിരുവനന്തപുരത്ത് അന്നത്തെ VJT ഹാളിൽ 60 പേർ ഒന്നിച്ചാലപിച്ച ഗാനം മലയാളികൾ ഏറ്റുപാടി. നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി. KS ജോർജ്, KPSC സുലോചന, CO ആന്റോ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവർ ഗാനമാലപിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. ഗാനത്തിന്റെ അവസാന വരികളിലെ പൊൻകുടി പിന്നീട് KPSC തങ്ങളുടെ നാടകത്തിനായി ചെങ്കൊടി എന്ന് മാറ്റുകയായിരുന്നു. യുഗങ്ങൾ നീന്തിക്കടന്ന് ചുണ്ടിൽ ഗാഥകൾ വിരിയിച്ച് ഈ ഗാനം മലനാടിന്റെ മണ്ണിലും മനസ്സിലും തുടർന്നും പരിലസിക്കുമെന്നുറപ്പ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.